ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശാലോം ടെലിവിഷനിലൂടെ തിരുവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്ന ഒരു തിരുവചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 13-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഈ തിരുവചനമാണ് വിശുദ്ധ ആഗസ്തീനോസിനെ മാനസാന്തരപ്പെടുത്തിയത് എന്നാണ് പറയപ്പെടുക. വിശുദ്ധ ആഗസ്തീനോസിനെ മാനസാന്തരപ്പെടുത്തിയ തിരുവചനമാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ടു വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്ത് എത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണ് ഇത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുക? അതായത് ക്രിസ്തുവിൻ്റെ വരവാണ് ഇവിടെ ലക്ഷ്യം. ക്രിസ്തുവിൻ്റെ ആഗമനം, ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ്. പത്രോസിൻ്റെ ലേഖനം വായിക്കുമ്പോഴും അപ്പസ്തോലന്മാരുടെ ജീവിതങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും അവരുടെ പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ലോകം അങ്ങ് അവസാനിക്കും എന്നതുപോലെയാണ്. ബൈബിളിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. ഇപ്പോൾ 2017 വർഷവും നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ ക്രിസ്തു വരും എന്നതുപോലെയാണ്. ക്രിസ്തു ഇപ്പോൾ വരും. ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ക്രിസ്തുവിന് ഇപ്പോൾ തന്നെ വരാം നമ്മുടെ ജീവിതത്തിലേക്ക്. അതുകൊണ്ട് ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണ് ഇത്. ഉറങ്ങിക്കിടക്കേണ്ട സമയമല്ലത്, ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിത്. ആഗസ്തീനോസ് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ ഒരു കുട്ടി കൂടിയുണ്ടായിരുന്നു. ആഗസ്തീനോസിൻ്റെ അമ്മ മോനിക്ക പുണ്യവതി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു തൻ്റെ മകനു വേണ്ടി. മകനൊരു മാനസാന്തരം കാണാൻ വേണ്ടിയാണ് അമ്മയുടെ പ്രാർത്ഥന. അപ്പനാണെങ്കിൽ ഒരു നിരീശ്വരവാദി. ആഗസ്തീനോസിൻ്റെ അപ്പൻ നിരീശ്വരവാദിയാണ്. മോനിക്ക പുണ്യവതിയുടെ ഭർത്താവ് ഒരു നിരീശ്വരവാദി. ദൈവമില്ല എന്ന് പറയുന്ന മനുഷ്യൻ്റെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് എത്രയോ സങ്കടകരമായ ഒരവസ്ഥയാണ്. ദൈവത്തിൽ വിശ്വാസമില്ല. ഒരു വീട്ടിൽ തന്നെ ഭാര്യ പ്രാർത്ഥിക്കാനിരിക്കുന്നു, ഭർത്താവ് പ്രാർത്ഥിക്കുന്നില്ല. ആ കുടുംബത്തിൻ്റെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കൂ. ഭർത്താവ് പ്രാർത്ഥിക്കുന്നു, ഭാര്യ പ്രാർത്ഥിക്കുന്നില്ല. അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നു, മക്കൾ പ്രാർത്ഥിക്കുന്നില്ല. ഇപ്പം ദൈവവിശ്വാസമില്ലാത്ത, ദൈവത്തിൽ ആശ്രയിക്കാത്ത മനുഷ്യരുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കാത്തവരുടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമുക്കൊരു ദൈവദർശനം ഉണ്ടാകുമ്പോഴാണ്, നമുക്കൊരു വെളിപാടുണ്ടാകുമ്പോഴാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൽ ദൈവമായ കർത്താവ് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് യെശയ്യാ ദർശനത്തിലൂടെ കാണുകയാണ്. അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. മാലാഖമാർ ചുറ്റും നിന്ന് ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്.
2 ചിറകുകൾ കൊണ്ട് കണ്ണുകൾ മറച്ച്, 2 ചിറകുകൾ കൊണ്ട് പാദങ്ങൾ മറച്ച്, 2 ചിറകുകൾ വീശി ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുന്നത് കണ്ടപ്പോൾ യേശയ്യ വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ അശുദ്ധമായ അധരമുള്ളവനാണ്, അശുദ്ധമായ അധരങ്ങളുടെ മധ്യേ വസിക്കുന്നവനാണ്. ഒരു ദർശനമുണ്ടായപ്പോഴാണ് യേശയ്യായ്ക്കത് മനസ്സിലാകുന്നത്. മാലാഖമാർ പോലും ഭയത്തോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ താൻ ദൈവത്തെ സ്തുതിക്കുന്നില്ലല്ലോ. ഇനി തൻ്റെ ജീവിതം ആരുടെ കൂട്ടത്തിലാണ്? ദൈവത്തെ സ്തുതിക്കാത്തവരുടെ കൂട്ടത്തിലാണ്. ഞാൻ നശിച്ചു എന്ന് യേശയ്യ വിളിച്ചു പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെയൊക്കെ കൂട്ടുകെട്ട് ആരോടാണ്? ദൈവത്തെ സ്തുതിക്കുന്നവരോട് ചേർന്നാണോ? ദൈവത്തിന് മഹത്വം നൽകുന്നവരോട് ചേർന്നാണോ? അതോ ദൈവത്തെക്കുറിച്ച് കുറ്റം പറയുന്നവർ, സഭയെക്കുറിച്ച് കുറ്റം പറയുന്നവർ, ദൈവത്തെക്കുറിച്ച് കുറ്റം പറയുന്നവർ, മാർപ്പാപ്പയെ കുറ്റം പറയുന്നവർ, വൈദികരെ കുറ്റം പറയുന്നവർ, വചനപ്രഘോഷകരെ കുറ്റം പറയുന്നവർ, അങ്ങനെ കുറ്റം പറയുന്ന, തിന്മ പറയുന്ന, സാത്താനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളുടെ കൂടെയാണോ നമ്മൾ വ്യാപരിക്കുന്നത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറായത്. നാം മരിച്ചവരെ പോലെ ഉറങ്ങിക്കിടക്കേണ്ടവരല്ല, നാം ഉണർന്ന് പ്രവർത്തിക്കേണ്ടവരാണ്. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിക്കാം. സുഖലോലുപത, മത്യാസക്തി, ജീവിത വ്യഗ്രത മനുഷ്യനെ തകർത്ത് കളയുകയാണ്. സുഖലോലുപത, മത്യാസക്തി, അവിഹിത വീഴ്ച, വിഷയാസക്തി, കലഹങ്ങൾ, ഇവയിലൊന്നും നമ്മൾ വ്യാപരിക്കരുത്. ഇങ്ങനെയുള്ള വ്യക്തികളുമായി കൂട്ടുചേരരുത്. ബോധപൂർവം മാറി നിൽക്കണം. പ്രിയ മകനെ, മകളെ, കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുക. കർത്താവിൽ വളരാനായിട്ട് ആഗ്രഹിക്കുക. ഒരു വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനാണ് കർത്താവ് നമ്മളെ സഹായിക്കുന്നത്. എന്നിട്ട് പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞു വച്ചിരിക്കുകയാണ്, ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ശരീരത്തെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട. എങ്ങനെ? ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കരുത്. ഇന്ന് ചില മദ്യപിക്കാം, പുകവലിക്കാം, വ്യഭിചാരം ചെയ്യാം, ഫോൺ വിളിക്കാം, തെറ്റായ ഫോൺ വിളികൾ. ഇപ്പം തെറ്റായിട്ടുള്ള പ്രവണതയിലേക്ക് നമ്മുടെ ശരീരത്തെയോ മനസ്സിനെയോ നാം പറഞ്ഞു വിടരുത്. അതൊക്കെ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളാണ്, സാത്താൻ്റെ പ്രവൃത്തിയാണ്. സാത്താൻ്റെ പ്രവൃത്തികൾ നാം ചെയ്യരുത്. അതുകൊണ്ട് പ്രകാശത്തിന് ചേർന്ന വിധം നമുക്ക് സഞ്ചരിക്കാം. പ്രിയരെ, ചില കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ അവർ വരികയില്ല. കാരണം സാത്താൻ പിടികൂടിയിരിക്കുകയാണ്. അന്ധകാരത്തിൻ്റെ ബന്ധനത്തിലാണ് അവർ. പ്രകാശത്തിലേക്ക് വരാനായിട്ട് അവർക്ക് ഇഷ്ടമില്ല, താല്പര്യമില്ല. എന്തൊരു ദേഷ്യമാണ് ചില കുഞ്ഞുങ്ങൾക്ക്. അമ്മയോട് ദേഷ്യം, അപ്പനോട് ദേഷ്യം, വീട്ടിലുള്ളവരോട് ദേഷ്യം, സകലരോടും വെറുപ്പ്. എനിക്കൊരു സ്വാതന്ത്ര്യം വേണമെന്നാണ് ചിലർ പറയുന്നത്. എനിക്കൊരു സ്വാതന്ത്ര്യം വേണം. എന്ത് സ്വാതന്ത്ര്യമാണ് മകനെ നിനക്ക് വേണ്ടത്? എന്ത് സ്വാതന്ത്ര്യമാണ് മകളെ നിനക്ക് വേണ്ടത്? പാപം ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമാണോ നിനക്ക് വേണ്ടത്? ധൂർത്തപുത്രൻ പറഞ്ഞില്ലേ, ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിൽ അപ്പനോട് പറയുകയാണ്, എൻ്റെ സ്വത്ത് എനിക്ക് തന്നേരെ. എന്താ അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം? എനിക്കൊരു സ്വാതന്ത്ര്യം വേണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എനിക്കിങ്ങനെ അപ്പൻ്റെ കീഴിലൊന്നും ജീവിക്കാൻ പറ്റിയല്ല. എനിക്ക് അപ്പൻ്റെ കൂടെ ഒന്നും ജീവിക്കാൻ ഇഷ്ടമില്ല. ഞാൻ പോകുക. എങ്ങോട്ടാണ് പോകുന്നത്? കൂട്ടുകാരുടെ അടുത്തേക്കാണ് പോകുന്നത്. ചില പിള്ളേർക്ക് അപ്പനെയും വേണ്ട, അമ്മയും വേണ്ട, വീട്ടുകാരെയും വേണ്ട, കൂട്ടുകാർ മാത്രം മതി. കൂട്ടുകാർ പറയുന്നതെല്ലാം വേദവാക്യമാണ്. നിന്നെ വിശ്വാസത്തിൽ നിന്ന് തകർക്കുന്ന വിധത്തിലുള്ള വാക്കുകളാണ് കൂട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടുകാരെ അനുകരിക്കാനായിട്ട് നമുക്ക് എന്ത് ഉണ്ട്? ഇനി അവർക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട്? മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ വാക്കല്ലാതെ കൂട്ടുകാരുടെ വാക്ക് കേൾക്കാനായിട്ട് പോകരുത്. ആ വാക്കുകൾ ശരീരത്തെപ്പറ്റി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. ശരീരത്തിൻ്റെ സുഖവുമായി ബന്ധപ്പെട്ടുള്ള സംസാരമാണ് പല കൂട്ടുകാരിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
ചില കൂട്ടുകാരോട് ഫോണിൽ സംസാരിച്ചാൽ പറയുന്ന പല കാര്യങ്ങളും സെക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അത് ശരീരത്തിന് ചില സന്തോഷം നൽകുന്നുണ്ട്, പക്ഷേ ആത്മാവിന് സന്തോഷം നൽകുന്നില്ലല്ലോ. ചിലരോട് സംസാരിച്ചു കഴിഞ്ഞാൽ മദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തെ തകർത്ത് കളയും എന്നുള്ളതല്ലാതെ വേറെ എന്ത് മെച്ചമാണ് ഉള്ളത്? അപ്പോൾ ഇവരോടെല്ലാം നമ്മൾ കൂട്ടുചേർന്ന് അവസാനം നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ധൂർത്തുപുത്രൻ്റെ കയ്യിലെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് പന്നിക്കുഴിയിൽ പോയി കിടന്നതുപോലെ പാപം ചെയ്ത് ശരീരത്തിൻ്റെ സുഖമനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ഒടുവിൽ അവൻ ഒറ്റപ്പെട്ടവനായി മാറും. അവൻ്റെ ജീവിതം അങ്ങ് തീരുകയാണ്. ആരും ഉണ്ടാകുകയില്ല അവൻ്റെ കൂടെ. മരണസമയത്ത് പോലും ആരും ഉണ്ടാകുകയില്ല. കാരണം ജീവിച്ചിരുന്ന കാലത്ത് ശരീരത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചു. ആത്മാവിൻ്റെ ഇഷ്ടം അന്വേഷിച്ചിട്ടേയില്ല. ആത്മാവിൻ്റെ സന്തോഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. നിലനിൽക്കുന്നത് ശരീരമല്ല, നിലനിൽക്കുന്നത് ആത്മാവാണ്. യോഹന്നാൻ 6:63. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. കഴിഞ്ഞ നാളിൽ ഒരു പെൺകുട്ടി സംസാരിക്കാൻ വന്നപ്പോൾ അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു ചെറുക്കനെ പ്രേമിക്കുന്നുണ്ട്, എൻ്റെ അപ്പനും അമ്മയ്ക്കും അതിഷ്ടമല്ല. അതിൻ്റെ കാരണം ചെറുക്കൻ്റെ അപ്പൻ മദ്യപാനിയാണ്. ഞാൻ ചോദിച്ചു, ചെറുക്കൻ കുടിക്കുമോ? എന്നെ പ്രേമിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ആ മനുഷ്യൻ കുടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, എന്ന് നിൻ്റെ കല്യാണം കഴിയുന്നോ അന്ന് മുതൽ അവൻ കുടിച്ചു തുടങ്ങിക്കോളൂ. നിന്നെ കിട്ടുന്നോടം വരെ കുടിക്കാതെ അവനിരിക്കും. അതൊരു വലിയ തട്ടിപ്പാണ്. ആ അപ്പനൊരു കുടിയനാണെങ്കിൽ, ആ അപ്പൻ്റെ മകനാണ് ഇതെങ്കിൽ, അവനും കുടിച്ച് തുടങ്ങിയവനാണെങ്കിൽ അല്പകാലത്തേക്ക് മാത്രം അവൻ മാറി നിൽക്കുന്നതാണ്. ഉറപ്പായിട്ടും അവൻ മദ്യപിക്കും, യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ ആ അപ്പനെങ്കിലും മാനസാന്തരപ്പെട്ട് കൃപയിലേക്ക് വരണം. അതുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ അപ്പനും അമ്മയും പറയുകയാണ്, മോളെ അത് വേണ്ടെന്നേ, അത് വേണ്ട, നമുക്ക് പറ്റുന്ന ബന്ധമല്ല, നമുക്കത് വേണ്ടാന്ന് വെക്കാം. അവൾ പറയുക, എനിക്കിത് തന്നെ മതി, എനിക്കിത് തന്നെ മതി. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ഈ ശരീരത്തിന് വേണ്ടി ബലം പിടിച്ച് എന്തിനീ ആത്മാവ് കളയണം? അപ്പനുമായിട്ടുള്ള ബന്ധം പോകുമ്പോൾ, അമ്മയുമായിട്ടുള്ള ബന്ധം പോകുമ്പോൾ, ആ കുടുംബത്തിൻ്റെ സൽപ്പേര് നശിക്കുമ്പോൾ ആത്മാവ് പോയില്ലേ? അതുകൊണ്ട് ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ശരീരത്തിന് സുഖം നൽകുന്ന പരിപാടിക്ക് പോകരുത്. ഫ്രാൻസിസ് അസിസിയുടെ കൂട്ടുകാരൻ നല്ല സൂപ്പുണ്ടാക്കി, ലിയോ സൂപ്പുണ്ടാക്കി കൊണ്ടു കൊടുത്തു ഫ്രാൻസിസ് അസിസിക്ക്. സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കപ്പ് സൂപ്പ് കുടിച്ചു കഴിഞ്ഞപ്പോൾ ലിയോ ചോദിച്ചു, ഒരു കപ്പും കൂടി എടുക്കട്ടെ? സൂപ്പ് എങ്ങനെയുണ്ട്? നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. എന്നാൽ ഒരു കപ്പും കൂടി എടുക്കാം. നല്ല ടേസ്റ്റാണ്, ഒരു കപ്പും കൂടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു കപ്പും കൂടി എടുക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഫ്രാൻസിസ് അസീസി ഓർത്തത്, എനിക്ക് എൻ്റെ നാവിന് സുഖം പകർന്നത് കൊണ്ടാണല്ലോ ഒരു കപ്പും കൂടെ കുടിക്കാൻ ഞാൻ തയ്യാറാകുന്നത്. ഈ ലിയോ കപ്പുമായി സൂപ്പുമായി എത്തിക്കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് അസീസി ആ കപ്പ് വാങ്ങിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ചാരമിട്ട് ഇളക്കി. ഇപ്പോഴതാണ്ട് പുളിയായിട്ടുണ്ട്. അതങ്ങ് കുടിച്ചു. എന്നിട്ട് നാവിനോട് പറയാം, നാവേ നീ അങ്ങനെ സുഖിക്കണ്ടെന്ന്. ഇതേ ഫ്രാൻസിസ് അസീസി ഒരിക്കൽ ലൈംഗികമായ പാപ ആസക്തി ശരീരത്തേക്ക് വന്നിട്ട് ഇപ്പം പാപം ചെയ്തു പോകും എന്ന് തോന്നിയതുകൊണ്ട് ഒരു റോസമുൾ ചെടിയിലേക്ക് എടുത്തു ചാടി വസ്ത്രം ഉരിഞ്ഞു മാറ്റിയിട്ട് ആ മുള്ളിനകത്ത് കിടന്ന് ഉരുണ്ടു. ദേഹം മുഴുവനും മുള്ള് കുത്തി കീറി വേദനയെടുത്ത് രക്തം ഒഴുകുകയാണ്. വേദനയെടുത്ത് രക്തം ഒഴുകുമ്പം ആർക്ക് എന്നാ പാപാസക്തി? അങ്ങനെയാണ് രക്ഷപ്പെട്ടിരുന്നത്. ഒരിക്കൽ മഞ്ഞുള്ള സമയത്ത് പുതപ്പ് പോലും ഇല്ലാതെ കമ്പിളി പോലും ഇല്ലാതെ പുറത്തിരിക്കുകയാണ്. ലിയോ വന്നിട്ട് പറഞ്ഞു, അങ്ങ് എന്താ ഇങ്ങനെ തണുപ്പടിച്ച് പുറത്തിരിക്കുന്നത്? അങ്ങ് കമ്പിളി ധരിച്ചിട്ടില്ലല്ലോ, കമ്പിളി എടുത്തുകൊണ്ട് വരട്ടെ? നിങ്ങളൊക്കെ കമ്പിളി ധരിച്ചിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് ഫ്രാൻസിസ് അസീസി പറഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെയും,
ക്രിസ്തുവിനെ ധരിക്കുവിൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്രിസ്തുവിനെ ധരിക്കുക എന്നത്. അതിനാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ആഗസ്തീനോസിന് വിശുദ്ധനായി തീരാമെങ്കിൽ നമുക്കും വിശുദ്ധരായി തീരാൻ പറ്റും. വിശുദ്ധ അഗസ്റ്റിൻ 20 വയസ്സിന് മുമ്പ്, വിവാഹത്തിന് മുമ്പ് അവിഹിത ബന്ധത്തിലൂടെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ വ്യക്തിയാണ്. 20 വയസ്സായില്ല, അതിനു മുമ്പ് തന്നെ അവിഹിത ബന്ധത്തിൽ ഒരു കുഞ്ഞുകൂടി ഉണ്ടായിരുന്ന ആളാണ്. 34 വയസ്സ് വരെയും കഠിനമായ പാപത്തിൽ ജീവിച്ച വ്യക്തിയാണ്. ഭൂതോച്ചാടനത്തിന് പോലും ഈ ആഗസ്തീനോസ് പോയിട്ടുണ്ട്. മന്ത്രവാദികളുടെ പിന്നാലെ പോയിട്ടുണ്ട്. സാത്താനെ പ്രീതിപ്പെടുത്തുന്ന വിധത്തിലുള്ള നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ജീവിച്ച വ്യക്തിയാണ് ഈ ആഗസ്തീനോസ്. ആ ആഗസ്തീനോസ് വിശുദ്ധനായി തീർന്നില്ലേ? നമുക്കും വിശുദ്ധരാകാൻ പറ്റും. വിശുദ്ധ ചാൾസ് ദി ഫുക്കേഡ് എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ ധൂർത്തനായി പാപജീവിതം നയിച്ച് തൻ്റെ കൗമാരകാലം മുഴുവനും വാടക വീടെടുത്ത് വ്യഭിചാരം ചെയ്ത് ജീവിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ ചാൾസ് ദി. വിശുദ്ധനായി തീർന്നു. പാപത്തിൽ മാത്രം ജീവിച്ചിരുന്ന വ്യക്തിക്കും വിശുദ്ധനാകാൻ ദൈവം അവസരം നൽകുന്നുണ്ട്. ഈജിപ്തിലെ വിശുദ്ധ മറിയം 23 വർഷത്തോളം വ്യഭിചാരം ചെയ്ത് ജീവിച്ച വ്യക്തിയായിരുന്നു. അവിടുന്ന് ദൈവം വിളിച്ച് വേർതിരിച്ച് ഇന്ന് സഭ ഉയർത്തി, കർത്താവ് ഉയർത്തി, അൾത്താരയിൽ വണങ്ങാൻ തക്ക വിധത്തിൽ ദൈവം അവളെ ഉയർത്തി, വിശുദ്ധയാക്കി മാറ്റി. വിശുദ്ധ നോബർട്ടിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: 30 വയസ്സുവരെയും ലോകം നൽകിയ എല്ലാ സുഖസൗകര്യങ്ങളുടെ പിന്നാലെയും പോയി. തനിക്ക് ലഭിച്ച സുഖസൗകര്യങ്ങളൊന്നും വേണ്ട എന്ന് വെച്ചിട്ടില്ല. എല്ലാ സുഖത്തിൻ്റെ പിന്നാലെ പോയിട്ടും അവളൊരു ദിവസം പിന്തിരിഞ്ഞു. ദൈവമേ, തെറ്റുപറ്റി, എന്നോട് പൊറുക്കണം. അവൾ തിരിച്ചു വന്നു. അവൾ വിശുദ്ധയായി തീർന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശുദ്ധരായി തീരാനായിട്ട് പറ്റും. ആവിലായിലെ അമ്മ ത്രേസ്യ 7 വയസ്സിൽ രക്തസാക്ഷിയാകാൻ ആഗ്രഹിച്ചുവെങ്കിലും പിന്നീട് ലൗകിക ജീവിതത്തിലേക്ക് വഴുതി വീണു. നോവലുകൾ വായിച്ച് കൂട്ടുന്നത് ഒരു സ്വഭാവമായിരുന്നു. മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുന്ന വിധത്തിലുള്ള വസ്ത്രധാരണം, സ്വയം ശരീരത്തെ അലങ്കരിക്കുക, മോടി പിടിപ്പിക്കുക, എത്രമാത്രം മേക്കപ്പ് ഇടാൻ പറ്റുമോ അത്രമാത്രം മേക്കപ്പ് ഇട്ട്, എങ്ങനെയൊക്കെ വേഷം ധരിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ വേഷം ധരിച്ച്, മൂക്കുത്തിയാണെങ്കിൽ മൂക്കുത്തി, മേക്കാതാണെങ്കിൽ മേക്കാതെ, കൈവിരലൊക്കെ നെയിൽ പോളിഷ് എല്ലായിട്ടാണെങ്കിൽ അങ്ങനെ, വസ്ത്രമാണെങ്കിൽ ആ രീതിയിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കുന്ന വിധത്തിൽ വസ്ത്രം ധരിച്ച് വർഷങ്ങളോളം ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അതൊക്കെ വലുതാണെന്ന് കരുതിയിരുന്ന അവർ ദൈവത്തെ കണ്ടെത്തിയപ്പോൾ അതൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലാക്കി. വിശുദ്ധയായി തീർന്നു. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. വിശുദ്ധ റോസ വെനറിനി എന്ന് പറഞ്ഞ ഒരു വിശുദ്ധയുണ്ട്. കൗമാരത്തിൽ തൻ്റെ സമപ്രായമുള്ള ഒരു ചെറുപ്പക്കാരനുമായി വളരെ നാൾ പ്രേമബന്ധത്തിലായിരുന്നു. ദൈവത്തോടല്ല അവളുടെ പ്രേമം, മനുഷ്യനോടാണ് അവളുടെ പ്രേമം. അങ്ങനെ ഈ ചെറുപ്പക്കാരനെ, തൻ്റെ പ്രായത്തിലുള്ള ഈ ചെറുപ്പക്കാരനെ പ്രേമിച്ച് അവന് ഒത്തങ്ങ് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആ ചെറുപ്പക്കാരിയുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരികയാണ്.
ദൈവം കടന്നു വന്ന അതേ അവസരത്തിൽ വിശുദ്ധ റോസ വെനറിനി തൻ്റെ ജീവിതത്തിൽ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അവൾ വിശുദ്ധയായി ജീവിക്കുന്നു. എനിക്കറിയാം, കഴിഞ്ഞ 29 വർഷമായി കർത്താവിൻ്റെ തിരുവചനം ഞാൻ പങ്കുവയ്ക്കുന്നു. നവീകരണത്തിലേക്ക് വന്നത് തന്നെ വചനപ്രഘോഷണത്തോടു കൂടിയാണ്. എൻ്റെ ആദ്യത്തെ കൂട്ടായ്മ തന്നെ വചനപ്രഘോഷണമാണ്. അങ്ങനെ കർത്താവ് ഒരു ഭാഗ്യം എനിക്ക് തന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം, അത്രേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. എൻ്റെ അപ്പച്ചനൊരു ഷാപ്പിൽ കള്ള് കച്ചവടം, കറിക്കച്ചവടം, മദ്യപാനി, മദ്യപിച്ച് മരിച്ച വ്യക്തി. എന്നാൽ കർത്താവ് മരണത്തോട് അടുക്കുമ്പോൾ, അല്ലേ, മദ്യപിച്ച് മരിച്ച എൻ്റെ അപ്പൻ കൃപ സ്വീകരിക്കണമെന്ന് അങ്ങേയറ്റം പ്രാർത്ഥിച്ച് മരിച്ചതിന് ശേഷമുള്ള ബലിയർപ്പണം, പ്രാർത്ഥനകൾ, അതെല്ലാം എൻ്റെ അപ്പന് അനുഗ്രഹമായി തീർന്നു. എൻ്റെ അപ്പൻ ഇന്ന് സ്വർഗത്തിലാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. എൻ്റെ അപ്പൻ പകർന്നു തന്ന മദ്യമാണ് ഞാൻ ആദ്യം കഴിച്ചിട്ടുള്ളത്. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, കോട്ടയാശ്രമത്തിൽ വന്ന് തമ്പുരാൻ്റെ വചനം കേട്ടപ്പോൾ പരിപൂർണമായി അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കർത്താവ് ഭാഗ്യം നൽകി. ദൈവം കരുണ കാണിക്കുന്നത് കൊണ്ട് ഞാനിന്ന് നിലനിൽക്കും. ദൈവം കൈവിട്ടാലെല്ലാം തീർന്നു പ്രിയരെ. അതുകൊണ്ട് തിരുവചനം ശ്രവിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അടുക്കൽ ദൈവത്തിൻ്റെ വചനം കേൾക്കണം. വചനം കേട്ടാണ് ക്രിസ്തുവിൽ നമുക്ക് വളരാനായിട്ട് പറ്റുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:17, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അങ്ങനെ യേശു ക്രിസ്തുവിനെക്കുറിച്ച് നിരന്തരം കേട്ട് നാം വളരണം. അതുകൊണ്ട് പറ്റുന്നതുപോലെ തിരുവചനം ശ്രവിക്കണം. യൂട്യൂബിലൊക്കെ ഇപ്പോൾ ധാരാളം പ്രസംഗങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഇത് ഷാലോൺ TV നിന്ന് അങ്ങ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ പ്രസംഗങ്ങൾ കാണാനായിട്ട് പറ്റും. ധാരാളം വൈദികരുടെ, മെത്രാന്മാരുടെ ഒക്കെ പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. ആത്മീയ ചാനലുകൾ നമുക്കിന്നുണ്ട്. അതുകൊണ്ട് വചനം വായിക്കണം, വചനം ശ്രവിക്കണം, അങ്ങനെ വളരണം നമുക്ക്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ മാർഗരറ്റ് കോർട്ടോണ എന്ന് പറയുന്ന സഹോദരി വിവാഹിതയാകാതെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ വ്യക്തിയായിരുന്നു. വിവാഹിതയാകാതെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ വ്യക്തി. എന്നിട്ടും വിശുദ്ധയായി തീർന്നു. കാരണം ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റിൽ ഇത് തിന്മയാണ്, പാപമാണെന്ന് പരിശുദ്ധാത്മാവ് ചിന്ത നൽകി തിരിച്ചു കൊണ്ടുവരികയാണ്. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണിത്. ഇതാ രാത്രി കഴിയാറായിരിക്കുന്നു, പകൽ സമീപിച്ചിരിക്കുന്നു. കോട്ടയം ആശ്രമത്തിൻ്റെ സുപ്പീരിയർ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി 10 മണിയായി. ഇതാ ഈ വചനം പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ, മദ്യപാനിയായ മനുഷ്യൻ, ധ്യാനത്തിൽ പങ്കെടുക്കാതെ വീടിൻ്റെ വരാന്തയിലിരിക്കുകയാണ്. ഈ അച്ഛനെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി. ഇത് രാത്രിയായി വരുമ്പോൾ ഇത് നേരം വെളുക്കുന്നു എന്ന് പറയുന്നത്. അയാൾ അതറിയാൻ വേണ്ടി, അച്ഛനെ ചോദ്യം ചോദിക്കാൻ വേണ്ടി പിറ്റേ ദിവസം കൺവെൻഷൻ ഗ്രൗണ്ടിൽ വന്നതാണ്. അയാൾ മാനസാന്തരപ്പെട്ടു. അയാളൊരു പുതിയ വ്യക്തിയായിത്തീർന്നു, ഒരു പുതിയ മനുഷ്യനായിത്തീർന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാതിരിക്കാം. കർത്താവേ, കരുണയുള്ള നല്ല ദൈവമേ, നിദ്ര വിട്ട് ഉണർന്ന് പ്രവർത്തിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. കൃപയിലും വിശുദ്ധിയിലും ജീവിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ.
പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.